ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നതിലെ കൊണ്ടുവന്ന ലോഡിൽ കുറേ പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാവണം ആക്കിയതിന് ശേഷമൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കുറച്ച് ജെറിബറ, അതേപോലെ തന്നെ കുറേ ഹാങ് പ്ലാന്റ്, അതേപോലെ തന്നെ കുറച്ച് നല്ല അടിപൊളി വെറൈറ്റി ബിഗോണിയ കളക്ഷൻ ഉള്ളവർക്കൊക്കെ ആയിട്ട് ഉള്ള പ്രത്യേകമായിട്ട് പറയുകയാണ്. വെള്ളം ഓവറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ബിഗോണിയ. അതുകൊണ്ട് വെള്ളം കുറയ്ക്കുക. അത്യാവശ്യം ചെറിയ ഒരു 50% വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്ക് നല്ല കളറ് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബിഗോണിയ. അതേപോലെ തന്നെ വെള്ളം ഓവറായിട്ട് വേണ്ടാത്ത ജെറേനിയം, അതേപോലെ തന്നെ കുറച്ച് ജെറിബറ പ്ലാന്റും കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അതും കൂടെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്രമല്ല, നമ്മളെ എക്സിബിഷൻ 10-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിൽ ആശ്രമം മൈതാനത്ത്, അതായത് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുന്ന ഹെലിപ്പാഡുള്ള മൈതാനത്ത് സൈഡിലായിട്ട് നമ്മളെ നഴ്സറി അവിടെ 10-ാം തീയതി വരെ ഉണ്ട്. അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വന്ന് നോക്കിയെടുക്കാം. പിന്നെ ഇപ്പം കൊണ്ടുവന്ന ലോഡിനകത്തുള്ളതാണ് ഇതാണ്ട് നല്ല അടിപൊളി വെറൈറ്റി ബിഗോണിയ. ഇപ്പം കൊണ്ടുവന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളത് കുറച്ച് കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമല്ല, 100, 100, 150 ഒക്കെ തന്നെ വെച്ചേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആശ്രമം മൈതാനമാണ്, എന്നിട്ട് പോലും ഇത്രയും ഭംഗിയോടുകൂടി ആ ചെടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല രസമുള്ള പ്ലാന്റ് ആണ്. നല്ല വെറൈറ്റി തന്നെ, ആ റെഡ് കളറൊക്കെയും അതേപോലെ തന്നെ പുതിയ 2-3 വെറൈറ്റിയൊക്കെ അതിനിടയ്ക്കൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങിയാൽ കിട്ടും. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാണ്. ചിലപ്പം നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന വെറൈറ്റികൾ ചിലപ്പം കണ്ടില്ല എന്ന് വരും. അന്നേരം വേറൊന്നും വിചാരിക്കരുത്, വിഷമിക്കരുത്. അടുത്ത പിള്ളേരോട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കളക്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അന്നേരം അതുകൊണ്ടായിരിക്കുന്ന എല്ലാം അതിൻ്റെ തൈകളാണ്. അതേപോലെ തന്നെ കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ ചെറിയ തൈകൾ, ഡെൻഡ്രോബിയത്തിൻ്റെ ലോഡും അടുത്ത ആഴ്ച വരാൻ സാധ്യതയുണ്ട്. അന്നേരം അതും കൂടെയൊക്കെ നമ്മൾ എല്ലാം വീഡിയോയിൽ നമ്മളെ യൂട്യൂബ് ചാനലിനകത്ത് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഷോർട്ട്, അതായത് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന നമ്മളെ ചാനലിൻ്റെ ഒരു കുമാർ നഴ്സറി ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഒരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അതിനകത്ത് കൂടെ ഒന്ന് കയറി ലൈക്ക് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പുതിയ പ്ലാന്റൊക്കെ വരുമ്പോൾ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ അതാണ്ട് ഇത് നമ്മൾ എന്താ പറയുക, ചൈനീസ് ബാമ്പു ആണ്. ചൈനീസ് ബാമ്പു സെറ്റ് ചെയ്തത് ചെറിയ ബൗളിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് വീട്ടിനുള്ളിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ ഫെനലോപ്സിസ് ഓർക്കിഡ്, അതേപോലെ തന്നെ ഇപ്പം ഇരിക്കുന്ന റോസ്, അതേപോലെ തന്നെ മാവ്, പ്ലാവ്, തെങ്ങ്, കവുങ്ങ് എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഹാങ് പ്ലാന്റ് ഉണ്ടെന്ന് ഐവി പ്ലാന്റ്, അതാണ്ട് ഇംഗ്ലീഷ് ഐവിയുടെ ചെറിയ തൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ടും ഒക്കെ ആയിട്ട്. ഹാങ് പ്ലാന്റ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ടിയർ, അതായത് സ്ട്രിങ് ഓഫ് ടിയർ, അതേപോലെ തന്നെ പിങ്ക് വൈൻ, അതുപോലെ തന്നെ കുറച്ച് അല്ലറ കുറച്ച് ഹാങ് പ്ലാന്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പോൾക്ക ഡോട്ടിൻ്റെ പ്ലാന്റ് ഇപ്പം കുറച്ച് കൊണ്ടുവന്ന പോൾക്ക ഡോട്ട്, അതേപോലെ തന്നെ ക്രിസാന്തിമം, അതുപോലെ യുജീനിയയുടെ വലിയ പ്ലാന്റുകൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നീലക്കൊടുവേലി, വെള്ളക്കൊടുവേലി, പ്ലംബാഗം എന്നൊരു പേര് കൂടി അതിനുണ്ട് കേട്ടോ. അതുകൂടെ നമ്മൾ എപ്പോഴും പറയേണ്ടതാണ്. നീലക്കൊടുവേലി എന്നൊക്കെ പറഞ്ഞാൽ അത് നീലക്കൊടുവേലിയല്ല, ചെങ്കൊടുവേലിക്കൊക്കെയാണ് ഔഷധ സമൃദ്ധമായിട്ട് നമുക്ക് തോന്നുന്നത്. അതിന് അതും കൂടെ ഓർമ്മ വെച്ചേക്കുക. അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ്, ഹെലിക്കോണിയയുടെ പ്ലാന്റ്, അതായത് വെർട്ടിക്കലായിട്ട് നിന്ന് ഫ്ലവർ ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് നോക്കുന്നുണ്ടല്ലേ, അത് നല്ല രസമാണ്. കുറച്ച് നേരം വൈകുന്നേരങ്ങളിലൊക്കെ കൊല്ലത്ത് ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വരാം. അതേപോലെ തന്നെ സ്റ്റാർലൈറ്റിൻ്റെ ചെറിയ പ്ലാന്റ്, സ്റ്റാർലൈറ്റ് ഫൈക്കസിൻ്റെ ചെറിയ പ്ലാന്റ്, അരാലിയ ബോൾ, നല്ല ചട്ടിയിലുള്ള അരാലിയ ബോൾ, അതൊക്കെ നമ്മളൊരു ഡിസൈനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബൊഗൈൻ വില്ല, അവിടെ പൂവുണ്ടായിരുന്ന പ്ലാന്റ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ടല്ലേ ആളൊക്കെ നിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ. പീലി, അതേപോലെ തന്നെ അതാണ്ട് റോസ്, അതേപോലെ ചെമ്പരത്തിയൊക്കെ അത്യാവശ്യം ചെമ്പരത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഓക്കെ. എന്നിട്ട് പിന്നെ കുറച്ച് ഹാങ് പ്ലാന്റ്, അതേപോലെ കുറച്ച് മോസ്, അതേപോലെ സ്പാനിഷ് മോസിൻ്റെ കുറച്ച് പ്ലാന്റ്, അതേപോലെ പിന്നെന്തായിരുന്നുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്, അങ്ങനെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഏരിയയിൽ വലിയ ബിഗോണിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് ബിഗോണി. അതേപോലെ തന്നെ ഫ്ലവർ പ്ലാന്റ് മാത്രമല്ല, ഷീമപ്ലാവ്, അതേപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ട്, ബറാബ, പിന്നെ അങ്ങനെ കുറേ പ്ലാന്റ്, സ്ട്രോബെറി, ചാമ്പങ്ങ, അമ്പഴങ്ങ, ഇലിമ്പിക്ക, ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ മാവ്, കൊളമ്പി മാങ്ങ, അതേപോലെ തന്നെ കോട്ടുകോണം മാങ്ങ, അതേപോലെ കിളിച്ചുണ്ടൻ മാങ്ങ, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി മാവുകൾ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെൻറ്റാസ്, ഇതൊക്കെ ഇപ്പോഴത്തെ വന്ന കുറച്ച് പ്ലാന്റുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ല ശ്രീലങ്കം മുല്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും, നിറച്ച് പൂക്കുകയും ചെയ്യും. സെമി ഷെയ്ഡ് പ്ലാന്റിൽ വെക്കാതെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റാണ് ശ്രീലങ്കം മുല്ല. അത് എപ്പോഴും ഓർത്തിരിക്കണം. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ്രീലങ്കം മുല്ല ഒക്കെ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിറച്ച് പൂ കാണും കേട്ടോ.
അതേപോലെ തന്നെ ജെറിബറ അറിയാമല്ലോ, വെള്ളം ഓവറായിട്ട് വേണ്ട. അതേപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കവറിൽ നിന്ന് മാറ്റി നമ്മളെ നാടൻ മണ്ണിനകത്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അതുപോലെ വെള്ളം ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ജെറിബറ. അതും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പൊതുവേ നമ്മൾ ഈ പൂച്ചെടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിസ്ഥാന വളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൊടുക്കാം. അതിൽ ചാണകപ്പൊടി, ഉണക്ക ചാണകം ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണകം പച്ച ചാണകവും കൂടി ഇട്ട് 3 ദിവസം വെച്ച് പൊളിപ്പിച്ച് അതിൻ്റെ എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ചേർത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് വേറൊരു വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് നല്ല പോലെ കുറച്ച് ലയിപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന് നല്ല വളർച്ച തോന്നും. അതേപോലെ തന്നെ പൂക്കാനായിട്ട് നമുക്ക് 19 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ഗ്രാം ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോളിയറായിട്ട് അത് ആക്ട് ചെയ്യും. നല്ലപോലെ പൂക്കാനായിട്ടുള്ള ഒരു പ്രവണത അത് കാണിക്കും, ഒരു ടെൻഡൻസി വരുത്തിയുള്ളൂ. അന്നേരം അത് നല്ല ടെൻഡൻസി ആയിട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് സ്വല്പം DAP ലൈറ്റായിട്ട് കൊടുക്കുക. അതൊരു 10 തരി DAP വീതം എല്ലാ ചെടിക്കും കൊടുത്തു കഴിഞ്ഞാൽ പൂവിന് നല്ല ബലം കിട്ടും. അതായത് പൂ പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല. അതേപോലെ തന്നെ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? മണ്ണിൽ പൊട്ടാഷിൻ്റെ അളവ് കുറയുമ്പോഴാണ് പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത്. അതിനാൽ അത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റായിട്ട് പൊട്ടാഷ് കൂടിയ വളങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ അങ്ങനെ അതിന് ബൊറാക്സിൻ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈ കായൊക്കെ പൊഴിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ പൂക്കൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നത് അതിന് നല്ലതാണ്. അത് പക്ഷേ ലൈറ്റായിട്ടേ കൊടുക്കാവൂ. ബൊറാക്സിനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് ആണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതൊന്നും പഠിച്ച് പറയുന്നതല്ല. അന്നേരം അത് പ്രത്യേകം നോട്ട് ചെയ്യാം. നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ട് കൊടുക്കുന്ന അതാണ് നമ്മളതിനകത്ത് പറയുന്നത്. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. പിന്നെ ഫാക്ടം ഫോസ് വളം അത് മാസത്തിൽ ഒരിക്കൽ ലൈറ്റായിട്ടൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 10 തരി ഈ ചെറിപറയ്ക്കൊക്കെ ലൈറ്റായിട്ട് ദൂരെ കൂട്ടി ഒന്ന് 10 തരി, കൂടുതലൊന്നും വേണ്ട, ഒരു 10 തരി ഇട്ട് കൊടുക്കുക. ഫ്ലവറിങ് പ്ലാന്റിനും അതേപോലെ തന്നെ ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ലതാണ്. അത് മാക്സിമം ബൊഗെയിൻ വില്ലയൊക്കെ പൂക്കാനായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഫാക്ടം ഫോസ്. അന്നേരം അതും കൂടെ ഒന്ന് കൊടുത്തേക്കുക. നമുക്ക് പുല്ലിന് വരെ കൊടുക്കാൻ പറ്റുന്ന സാധനം. ബാക്കിയുണ്ടെങ്കിൽ തെങ്ങിനും കൊടുക്കാം, പുല്ലിന് കൊടുക്കാം, അതേപോലെ തന്നെ പൂച്ചെടികൾക്ക് കൊടുക്കാം, ഇലച്ചെടികൾക്ക് കൊടുക്കാം, എല്ലാത്തിനും നന്നായിട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ഒരു 5 തരി നമ്മൾ ഈ ബിഗോണിയൊക്കെ ഒരു മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് അന്നേരം വെച്ചിട്ട് ലൈറ്റായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരച്ച് പുതിയ ഇലകൾ വന്ന് പെട്ടെന്ന് ചട്ടി കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് ഇതേപോലെ പ്ലാന്റുകൾ നിൽക്കുമെന്ന് സാരം. അന്നേരം ഇത്രയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആശ്രാമം മൈതാനത്തുള്ള നമ്മൾ ഈ എക്സിബിഷൻ 10-ാം തീയതി വരെ ഉണ്ട്. അത് വന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് നമ്മളൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഉണ്ട്. കുറേ പ്ലാന്റുകളൊക്കെ അവിടെ ഉണ്ട്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ പ്രചോദനം ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് മാക്സിമം ഈ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അന്നേരം നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.